ഇവിടെ ശ്രീ എസ് കെ സജീഷ് അദ്ദേഹം ഈ ഒരു ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ പോട്ടെ ബാക്കിയുള്ള ആളുകളെല്ലാം വെറുതെ വിട്ടരെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഇത് കാണുന്നതല്ല എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കില്ല ഞാനെന്ത് പറയാനാ കരികാല വൈഭവം. അദ്ദേഹം പറഞ്ഞു ശബരിനാഥൻ വീഡിയോ എടുത്ത് ആവശ്യമുള്ള സാധനം മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ ആ എഡിറ്റ് ചെയ്തിട്ട് പുറത്തു വിട്ടേക്കാണ്. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. അല്ല ഞാനൊന്ന് പറയട്ടെ താങ്കൾ ഇതുവരെ പറഞ്ഞെല്ലാം വേണ്ടുന്നതായിരുന്നല്ലോ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സജീഷ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. താങ്കൾ ശബരിനാഥൻ എഡിറ്റ് അല്ല വ്യക്തിപരമായി തന്നെ സഹോദര ശബരിനാഥൻ എഡിറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന വരുന്നതെങ്കിൽ രാഹുലെ വ്യക്തിപരമായി നമ്മൾ അങ്ങ് കടക്കും. ഇച്ചിരി മോശമാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് മരുന്നില്ല. എപ്പോഴും സഹപാനലിസ്റ്റുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്നതാണ്. ഞങ്ങൾ നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഇവിടെ സജീഷ് പറയുന്ന വീഡിയോ ആ വീഡിയോ ശബരിനാഥൻ എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തു വിട്ടതെന്നാണല്ലോ സജീഷ് പറയുന്നത്. ആ ഫോൺ കേരള പോലീസിന്റെ ഇല്ല സജീഷ് പറഞ്ഞത് കേട്ടോടാ. അന്തസ് വേണോടാ അന്തസ്. കേരള പോലീസിന്റെ മിനിസ്റ്റർ ആരാണ്? പിണറായി വിജയനല്ലേ? നിങ്ങൾക്ക് ആ പോലീസ് ആ ഫോൺ പരിശോധിച്ചൂടെ? ആ ഫോൺ പരിശോധിക്കുമ്പോ ആ വീഡിയോ എഡിറ്റഡ് ആണോ ഇല്ലയോ എന്ന് പറയില്ലേ? തനി രാവണൻ 10 തലയായവന്. പിന്നെ താങ്കൾ പറഞ്ഞു നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് പാഞ്ഞെടുത്തു. ആ ദൃശ്യം എവിടെയാ? ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ദൃശ്യം ഏതാ? പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് 2 ചെറുപ്പക്കാര് പുറകിലേക്ക് വരുന്നു. ഇതല്ലേ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വിഷ്വല്? എന്താ ആ പ്രതീക്ഷയും തകർന്നു. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തു വിടുന്നേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ച ഒരു കേസാണെങ്കിൽ നിങ്ങൾ കയ്യിൽ ഇത്ര നിർണായകമായ തെളിവ് വെച്ചിട്ട് എസ് കെ സജീഷ് അതിങ്ങനെ മുക്കുന്നതിനാ അത് പുറത്തു വിടുന്നേ ധൈര്യമായിട്ട്. എന്താടാ കുറച്ചു നേരം ആയാലും രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കൊള്ളാൻ തുടങ്ങിട്ട് കരിങ്കൊടി കാണിക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ നിങ്ങൾ വധശ്രമത്തിന് കേസെടുത്താല് മൊത്തം കേൾപ്പിക്കുന്നില്ല സമയക്കുറവ് കൊണ്ട്. പിണറായി വിജയന്റെ പഴയ പ്രസംഗമാണ്. അതായത് കരിങ്കൊടി കാണിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന്. അപ്പൊ കരിങ്കൊടി കാണിക്കുന്നതൊക്കെ വധശ്രമത്തിന് ആഹ്വാനമാണ് എങ്കിൽ മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് പിണറായി വിജയനെതിരായിട്ടൊരു കേസെടുക്കണ്ടേ? ഇനി സജീഷ് പറയുന്നതിന് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസും ശബരിനാഥനും ഒക്കെ ആഹ്വാനം ചെയ്ത പ്രകാരം മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്നങ്ങ് വിചാരിച്ചോളൂ. അപ്പൊ ഈ 2 പേര് കയറുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഈ പിന്നെ ഒരു മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്, ഗൺമാനൊക്കെ ഉള്ള ആളാണ്, ബാക്കി കോ പാസഞ്ചേഴ്സ് ഉണ്ട്, 2 ചെറുപ്പക്കാരേ ഉള്ളൂ. അപ്പൊ ഈ ചെറുപ്പക്കാര് എന്തിനാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറകിലേക്ക് പോകുന്നത്? ഒരു ക്രൈം ചെയ്യാനാണെങ്കിൽ അവര് ഏറ്റവും സൈലന്റ് ആയിട്ടല്ലേ പോവുകയുള്ളൂ. കൊടിസുനിയും കിർമാണി മനോജും മറ്റേ അർജുൻ ആയെങ്കിലും ഒക്കെ ചെയ്തതുപോലെ അവർ വളരെ സൈലന്റ് ആയി ഏതെങ്കിലും അസമയം ചൂസ് ചെയ്തിട്ട് രാത്രി കാലങ്ങളിലോ വല്ലതൊക്കെ അല്ലേ അവർ ചെയ്യുള്ളൂ. രാത്രികാല അസമയാണെന്നല്ല പറയുന്നത്, നിശബ്ദമായിട്ടല്ലേ അവർ ചെയ്യുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ. അവർ ഈ മുദ്രാവാക്യം വിളിച്ച് പുറകിലേക്ക് പോയി ആളുകൾ അറ്റൻഷൻ സീക്കേണ്ടുന്ന കാര്യമുണ്ടോ? 1. 2, ഇനി ഇവരെ അപായപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പിന്നെയും പോകുന്നതെന്ന് വിചാരിച്ചു. EP ജയരാജൻ ഇടയ്ക്ക് കയറുന്നു, തള്ളി മാറ്റുന്നു. തള്ളി മാറ്റുമ്പോ അപായപ്പെടുത്താനായിട്ട് വരുന്നവരാണല്ലോ. താങ്കളുടെ ഭാഷയിൽ സജീഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ കൊട്ടേഷൻ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി ആ കൊട്ടേഷൻ നടപ്പിലാക്കാനായിട്ട് വരുന്ന ആളുകളാണല്ലോ. ആ ആളുകൾ എന്ന നിലയിൽ ഇവര് EP ജയരാജൻ തള്ളി മാറ്റുമ്പോ അവിടെ വീണ് കിടക്കുന്നതല്ലാതെ അവര് തിരിച്ച് ചാടി എഴുന്നേക്കാത്ത എന്താ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, സംശയം. ഈ പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഫർസീൻ മജീദ് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോഴും ശബരിനാഥന് ഈ ആസൂത്രണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു. നിങ്ങൾക്ക് ശരിക്കും അറിയാമോ ആരാണ് ഇത് ആസൂത്രണം ചെയ്തത്? ഇങ്ങനെ ഒരു കുറിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? ആ ശബരിനാഥൻ ഇതിലുള്ള പങ്ക് എന്താണെന്ന് യൂത്ത് കോൺഗ്രസിന് അറിയാമോ? ഈ ചാറ്റ് എങ്ങനെയാണ് പുറത്തു വന്നത്? എന്താ ഇത് ഇവിടെ ഇങ്ങനെയാ? ഇപ്പൊ ഞാനായാലും ശബരിനാഥനായാലും യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും സംസ്ഥാന ഭാരമായാലും സംസ്ഥാന പ്രസിഡന്റ് ആയാലും നമ്മളൊരു ആഹ്വാനം കൊടുക്കുമ്പോ ഇത് ഞങ്ങൾ ആരെങ്കിലും കൊല്ലാൻ പറയുകയല്ലോ, ഒരു സമരമല്ലേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അത് താഴെ തട്ടിലേക്ക് പോകുവാൻ വേണ്ടി തന്നെ. അതിപ്പം ഈ പിന്നെ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ചിലപ്പോൾ അത് സ്ക്രീൻഷോട്ട് ആയിട്ടായിരിക്കും താഴത്തെ ഗ്രൂപ്പുകളിലേക്ക് പോകുന്നത്. വോയിസ് കമാൻഡ് ആണെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടായിരിക്കും താഴത്തെ ഗ്രൂപ്പുകളിലേക്ക് പോകുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതല്ലാതെ ഇപ്പൊ ഒരു സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് വളരെ രഹസ്യമായിട്ട് ഓക്കെ അത് ഞാനും അല്ലെങ്കിൽ ഈ പ്ലാൻ ചെയ്യുന്ന ആളും മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് രഹസ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സമരം എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പൊ ഞാൻ ഏതൊരു സമരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ പർട്ടിക്കുലർ വിഷയത്തെ പറ്റി നമുക്ക് അന്വേഷിക്കാം. ഇനി അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ആണെങ്കിലും അല്ലെങ്കിലും
ഞങ്ങൾ ഇതിനെ പൂർണ്ണമായി ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ശബരിനാഥനാണോ ചോദ്യത്തിന് ആസൂത്രണം പ്രസക്തിയുണ്ടോ? ചെയ്തത്? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്. അതായത് ഇതിന് ശബരിനാഥൻ ആഹ്വാനം നേരത്തെ നിങ്ങൾ ചെയ്തതാണെങ്കിലും പറയേണ്ടതില്ലായിരിക്കാം, പക്ഷേ ഇപ്പോൾ ചെയ്തതല്ലെങ്കിലും തർക്കവും ഞാൻ കേസുമായി പറഞ്ഞത് സ്ഥിതിക്ക് നിങ്ങൾക്ക് ആണെങ്കിലും പറയാനുള്ളത് അല്ലെങ്കിലും ആണോ ശബരിനാഥനാണോ? എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ. അല്ല, ആണെങ്കിലും അല്ലെങ്കിലും, അതായത് ആണെങ്കിലും അല്ലെങ്കിലും ഷാനി വളരെ ക്ലിയർ അല്ലേ? നിഷേധിക്കുകയാണെങ്കിലാണ് താങ്കളുടെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ആണെങ്കിലും അല്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പൂർണ്ണമായിട്ട് അത് ഓൺ ചെയ്യുകയാണ്. പിന്നെന്താ പ്രശ്നമുള്ളത്? അതായത് ഈ ശബരിനാഥൻ ഏർപ്പാട് ചെയ്ത അവർക്കാവശ്യമായ രീതിയിൽ ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പോടോ ഓ വെറുതെ ആളെ മെനക്കെടുത്താതെ. അവരാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തേക്കിടുകയും ചെയ്തത്. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ ആ ഫോൺ പോലീസിന്റെ കയ്യിലുണ്ട് സതീഷ്. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. രാഹുലെ ബേജാറാവണ്ട. ആ ഫോൺ തന്നെ പോലീസിന്റെ കയ്യിലുണ്ടെന്നേ. നിങ്ങൾ എന്താ പറയുന്നത്? കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കൊരു ബേജാറുമില്ല. എന്താണ് ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ഫോണിന്റെ കാര്യവും പരിശോധിക്കും, ശബരിനാഥന്റെ ചാറ്റ് പരിശോധിക്കും, നിങ്ങൾ ഈ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെല്ലാമാണ് അതിന്റെ മുകളിലും താഴെയും എന്തെല്ലാം പറഞ്ഞത് എല്ലാം പരിശോധിക്കും. അതിലൊന്നും താങ്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല, പരിശോധിച്ചേ പോകൂ. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. പിന്നെ കരിങ്കൊടി സമരത്തിനൊന്നും ആരും എതിരല്ല, ഞങ്ങൾ കരിങ്കൊടി കാണിച്ചിട്ടില്ലേ? ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? കരിങ്കൊടി കാണിച്ചൊന്നും മാത്രമല്ല, നിങ്ങൾക്ക് ആളെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പല ഷോയും കാണിക്കേണ്ടി വരും. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കരിങ്കൊടി കാണിച്ചപ്പോ കോഴിക്കോട് ജില്ലയിൽ മിൽമ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഡിവൈഎഫ്ഐ സമരം ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആളുകൾ. ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു കരിങ്കൊടി കാണിക്കുമെന്ന്. ആ 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ, പ്രതിഷേധത്തിന്റെ മുന്നിൽ മടങ്ങിപ്പോയിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടി. അത് പ്രതിഷേധം, ആളുകൾ അണിനിരക്കുന്നു. നിങ്ങൾക്ക് ഇതൊന്നും സാധ്യമല്ല. കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്തായിരിക്കും, നിങ്ങൾ ചില ഗിമ്മിക്കുകൾ കാണിക്കും. അതേ യൂത്ത് കോൺഗ്രസിന് പറ്റൂ. പിണറായി വിജയൻ അന്ന് പാർട്ടി ഗ്രാമത്തിലൂടെയായിരുന്നു യാത്ര ചെയ്തത്. നിങ്ങളുടെ അനുഭവം ഇതാണ്. ഞാൻ നേരത്തെ കണ്ണൂർ പാർട്ടി ഗ്രാമത്തിലൂടെ മാത്രമായിരുന്നു യാത്ര. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇതാ നോക്കുക, കേട്ട് തൊഴിൽ രുചിയാ. മുൻ നിശ്ചയപ്രകാരമുള്ള റൂട്ടിലൂടെയല്ല യാത്ര ചെയ്തത്. പാർട്ടി ഗ്രാമത്തിലൂടെ മാത്രമാണ് റൂട്ട് തിരിച്ചു പോയത്. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ആ ദിവസം ഒരു കാര്യം, നിങ്ങൾക്ക് ബഹുജനങ്ങളെ അണിനിരത്താനോ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ജനങ്ങളെ ചെയ്തതാണ്. ഈ സർക്കാരിനെതിരായി പ്രതിഷേധമുണ്ടാക്കാൻ പല പരിശ്രമം നടത്തിയാലും ആ പരിശ്രമത്തിലൊന്നും വിജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.